എല്ലാവർക്കും സ്വാഗതം. ബിഗിനേഴ്സ് വിത്ത് ബിനു എന്ന ഈ ചാനലിൽ നമ്മൾ എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ ഏറ്റവും തുടക്കക്കാർക്ക് പോലും ശരിയായ വിധം ഇംഗ്ലീഷ് മനസ്സിലേക്ക് കയറുന്ന വിധത്തിൽ ഉള്ള ക്ലാസ്സുകളാണ് ഉണ്ടാവുക. ഇന്നും നമ്മളൊരു കൊച്ചു കഥയിലൂടെയാണ് ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഇന്നത്തെ കഥയുടെ പേര് ദ ലിറ്റിൽ ലാംപ്. ദ ലിറ്റിൽ ചെറിയ, ലാംപ് വിളക്ക്, ചെറിയ വിളക്ക്. ഓൺ എ ഡാർക്ക് ആൻഡ് റെയിനി ഈവനിങ് എ യങ് ഗേൾ നെയ്മഡ് അന്യ നോട്ടീസ്ഡ് an old woman struggling to walk home. On a ഒരു ഡാർക്ക് ഇരുണ്ട ആൻഡ് റെയിനി മഴയുള്ള ഈവനിങ് വൈകുന്നേരം. റെയിനി ഈവനിങ് മഴയുള്ള വൈകുന്നേരം. റെയിനി മോർണിംഗ് മഴയുള്ള രാവിലെ. എ യങ് ഒരു യങ് ഗേൾ പെൺകുട്ടി. എ യങ് ഗേൾ ഒരു പെൺകുട്ടി. നെയ്മഡ് പേരുള്ള. അന്യ എന്ന പേരുള്ള ഒരു പെൺകുട്ടി. നോട്ടീസ്ഡ് ശ്രദ്ധിച്ചു. നോട്ടീസ് ശ്രദ്ധിക്കുക. നോട്ടീസ്ഡ് ശ്രദ്ധിച്ചു. ആൻഡ് ഒരു ഓൾഡ് വുമൻ. ഓൾഡ് പ്രായമുള്ള. വുമൻ സ്ത്രീ. സ്ട്രഗ്ലിംഗ് വിഷമിക്കുന്നു. സ്ട്രഗിൾ വിഷമിക്കുക. സ്ട്രഗ്ലിംഗ് വിഷമിക്കുന്നു. ടു വാക്ക്. വാക്ക് നടക്കുക. ടു വാക്ക് നടക്കാൻ. ഹോം വീട്ടിലേക്ക്. ഹോമിൻ്റെ കൂടെ നമ്മൾ യാതൊരു പ്രപ്പോസിഷനും ഉപയോഗിക്കാറില്ല. ടു ഹോം ലൈക്ക് ദാറ്റ് പ്രപ്പോസിഷൻ നമ്മൾ ഉപയോഗിക്കാറില്ല. അതുകൊണ്ട് ടു വാക്ക് ഹോം. Not to walk to home, only to walk home. Without കൂടാതെ. hesitation മടി. Without hesitation means ഒരു മടിയും കൂടാതെ. അന്യ അവൾ offered ഇവിടെ നമുക്ക് കൊടുത്തു എന്ന് അർത്ഥം കാണാം. ഓഫർ കൊടുക്കുക, വാഗ്ദാനം ചെയ്യുക. ഓഫേർഡ് കൊടുത്തു ഓർ വാഗ്ദാനം ചെയ്തു. ഹെർ സ്മോൾ ലാംപ്. സ്മോൾ ചെറിയ, ലാംപ് വിളക്ക്. ആൻഡ് കൂടാതെ. ഗൈഡഡ് ഹെർ. ഗൈഡഡ് നയിച്ചു, വഴികാട്ടി. ഗൈഡ് നയിക്കുക ഓർ വഴികാട്ടുക. ഗൈഡഡ് നയിച്ചു ഓർ വഴികാട്ടി. ഹെർ അവരെ, ആ പ്രായമായ സ്ത്രീയെ, അവരെ. സേഫ്ലി സുരക്ഷിതമായി. സേഫ് സുരക്ഷിതമായ. സേഫ്ലി സുരക്ഷിതമായി. ത്രൂ the muddy road. Through means അതുവഴി. The muddy road means ചെളിയുള്ള. ചെളിയുള്ള. mud ചെളി. muddy ചെളിയുള്ള. അപ്പം ഒരു ഇരുണ്ടതും മഴയുള്ളതുമായ വൈകുന്നേരത്തിൽ അന്യ എന്ന ചെറിയ പെൺകുട്ടി ഒരു പ്രായമായ
സ്ത്രീ വീട്ടിലേക്ക് നടക്കാൻ വളരെ ബുദ്ധിമുട്ടുന്നതായി കണ്ടു. ഒരു നിമിഷം പോലും മടിക്കാതെ അന്യ തൻ്റെ ചെറിയ വിളക്ക് അവർക്ക് നൽകി ചെളി നിറഞ്ഞ വഴിയിലൂടെ സുരക്ഷിതമായി വീട്ടിലെത്താൻ സഹായിച്ചു. The old woman smiled warmly and said, "A little light can remove great darkness." The old woman. ആ പ്രായമായ സ്ത്രീ സ്മൈൽഡ് പുഞ്ചിരിച്ചു. സ്മൈൽ പുഞ്ചിരിക്കുക, സ്മൈൽഡ് പുഞ്ചിരിച്ചു. വാംലി ഹൃദ്യമായി. ആൻഡ് എന്നിട്ട് സെഡ് പറഞ്ഞു. ഒരു ലിറ്റിൽ ലൈറ്റ് ചെറിയ പ്രകാശം, ലിറ്റിൽ ചെറിയ ലൈറ്റ് പ്രകാശം, ക്യാൻ കഴിയും, റിമൂവ് മീൻസ് നീക്കാൻ, റിമൂവ് മീൻസ് നീക്കുക, ക്യാൻ റിമൂവ് നീക്കാൻ കഴിയും, ഗ്രേറ്റ് ഡാർക്ക്നെസ് വലിയ ഇരുട്ടിനെ. വയോധിക സ്ത്രീ സന്തോഷത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഒരു ചെറിയ വെളിച്ചത്തിന് വലിയ ഇരുട്ടിനെ പോലും അകറ്റാൻ കഴിയും, നീക്കാൻ കഴിയും. Years later, Anya became a teacher who inspired hundreds of children with kindness and wisdom. Years later. Years വർഷങ്ങൾ, later കഴിഞ്ഞ്, വർഷങ്ങൾ കഴിഞ്ഞ്. അന്യ became ആയിത്തീർന്നു. become ആവുക, became past tense ആണ്, ആയിത്തീർന്നു. എ ടീച്ചർ ഒരു അധ്യാപിക, ടീച്ചർ അധ്യാപിക. ഹൂ ഇനി ഇവിടെ ഹൂ എന്നതിൻ്റെ അർത്ഥം എ ടീച്ചർ ഹൂ എങ്ങനെയുള്ള അധ്യാപികയാണ് ആയിത്തീർന്നതെന്നാണ് ഈ ഹൂ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇൻസ്പയർഡ് പ്രചോദിപ്പിച്ചു. ഇൻസ്പയർ പ്രചോദനം, പ്രചോദിപ്പിക്കുക. ഇൻസ്പയർഡ് പ്രചോദിപ്പിച്ചു. ഹൺഡ്രഡ്സ് ഓഫ് നൂറുകണക്കിന്, ഹൺഡ്രഡ്സ് ഓഫ് നൂറുകണക്കിന്, തൗസൻഡ്സ് ഓഫ് ആയിരക്കണക്കിന്. ചിൽഡ്രൻ കുട്ടികൾ, ചൈൽഡ് കുട്ടി, ചിൽഡ്രൻ കുട്ടികൾ. വിത്ത് kindness, ദയ, and wisdom, അറിവ് അല്ലെങ്കിൽ ജ്ഞാനം. വർഷങ്ങൾക്ക് ശേഷം അന്യ നൂറുകണക്കിന് കുട്ടികൾക്ക് ദയയും അറിവും പകർന്നു കൊടുക്കുന്ന ഒരു അധ്യാപികയായി. She often remembered that rainy night and realized the old woman's words were true. She അവൾ often പലപ്പോഴും അല്ലെങ്കിൽ മിക്കപ്പോഴും often remembered ഓർമ്മിക്കുക, remembered ഓർമ്മിച്ചു, that അത് rainy night മഴയുള്ള
രാത്രി, നൈറ്റ് രാത്രി. ആൻഡ് കൂടാതെ റിയലൈസ്ഡ്, റിയലൈസ് തിരിച്ചറിയുക, റിയലൈസ്ഡ് തിരിച്ചറിഞ്ഞു. ദ ഓൾഡ് വുമൻസ്, ദ ഓൾഡ് പ്രായമായ സ്ത്രീയുടെ, വുമൻസ് സ്ത്രീയുടെ, വുമൻ സ്ത്രീ, വുമൻസ് അപ്പോസ്ട്രോഫി എസ് ഇവിടെ കാണിക്കുന്നത് അവരുടെ, വുമൻസ്. വേർഡ്സ് വാക്കുകൾ, വേർഡ് വാക്ക്, വേർഡ്സ് വാക്കുകൾ. വേർ ആയിരുന്നു, ട്രൂ ശരി. അപ്പോൾ ആ മഴയുള്ള രാത്രിയെ അവൾ പലപ്പോഴും ഓർത്തു. അപ്പോൾ ആ വയോധിക സ്ത്രീ, ആ പ്രായമായ സ്ത്രീ പറഞ്ഞ വാക്കുകൾ എത്ര സത്യമായിരുന്നുവെന്ന് അവൾ മനസ്സിലാക്കി. Even the smallest act of kindness can brighten someone's life and create a light that shines for generations. Even means പോലും. The smallest ചെറിയൊരു, the smallest ചെറിയ ഒരു ആക്ട് പ്രവൃത്തി, ഓഫ് കൈൻഡ്നെസ് ദയയുടെ, കൈൻഡ്നെസ് ദയ, ഓഫ് കൈൻഡ്നെസ് ദയയുടെ, ക്യാൻ കഴിയും, ബ്രൈറ്റൻ പ്രകാശിപ്പിക്കാൻ, ബ്രൈറ്റൻ ബ്രൈറ്റ് പ്രകാശ്, ബ്രൈറ്റൻ പ്രകാശിപ്പിക്കുക, പ്രകാശിപ്പിക്കാൻ. സംവൺസ് ലൈഫ്, സംവൺസ് ആരുടെയെങ്കിലും, ആരുടെയെങ്കിലും, സംവൺസ്, സംവൺ ആരെങ്കിലും, സംവൺസ് ആരുടെയെങ്കിലും, അല്ലെങ്കിൽ ഒരാളുടെ അല്ല ഒരാളുടെയെങ്കിലും, അല്ലെങ്കിൽ മറ്റുള്ളവരുടെയെങ്കിലും. സംവൺസ് ലൈഫ്, ലൈഫ് ജീവിതം. ആൻഡ് ക്രിയേറ്റ്, ക്രിയേറ്റ് സൃഷ്ടിക്കുക, സൃഷ്ടിക്കാൻ. ക്രിയേറ്റ് എ ലൈറ്റ് പ്രകാശം. ദാറ്റ് ഷൈൻസ് തിളങ്ങുക, തിളങ്ങുക, ഷൈനിങ്, ഷൈൻ തിളങ്ങുക. ഷൈൻസ്, ഷൈൻസ് മീൻസ് പ്രകാശിക്കുന്നു ഓർ തിളങ്ങുന്നു. ഫോർ ജനറേഷൻസ്, ഫോർ ജനറേഷൻസ് മീൻസ് തലമുറകൾ തോറും, തലമുറകളോളം. ഒരാളോട് കാണിക്കുന്ന ഒരു ചെറിയ പ്രവൃത്തി, അല്ലെങ്കിൽ ആരോടെങ്കിലും കാണിക്കുന്ന ഒരു ചെറിയ പ്രവൃത്തി പോലും അവരുടെ ജീവിതത്തെ പ്രകാശിപ്പിക്കാനും തലമുറകളോളം നിലനിൽക്കുന്ന ഒരു സ്വാധീനം സൃഷ്ടിക്കാൻ കഴിയും എന്നും അവൾ മനസ്സിലാക്കി. ഇതാണ് നമ്മുടെ ഇന്നത്തെ കഥ. ഈ കഥയിൽ കുറച്ച് വാക്കുകൾ, വൊക്കാബുലറി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഏതെങ്കിലും നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അതൊന്ന് എഴുതി വെച്ച് ഒരു 3-4 പ്രാവശ്യം കാണാൻ വേണ്ടി നിങ്ങളൊരു പബ്ലിക്കായ സ്ഥലത്ത് വയ്ക്കുക. ഡൈനിങ് ടേബിളിലോ അല്ലെങ്കിൽ ലിവിങ് റൂമിലോ എവിടെയെങ്കിലും വെച്ച് കുറച്ച് തവണ അത് കണ്ട് ബൈ ഹാർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഇംഗ്ലീഷ് ഏറ്റവും ഈസിയായ വിധത്തിൽ പഠിക്കാൻ വേണ്ടിയുള്ള വീഡിയോസുമായി വീണ്ടും വരും. അതുവരെ ബൈ, സീ യു, താങ്ക് യു.